മൈസൂർ പഴം, പൂവമ്പഴം, നേന്ത്രപ്പഴം, ചക്കച്ചോള ഒക്കെ ഇങ്ങനെ വെച്ചു. വാസ്കോഡഗാമ ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ്. മൂപ്പർക്ക് എങ്ങനെ ഇത് കഴിക്കേണ്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ സാമൂതിരി രാജാവ് ഒരു മൈസൂർ പഴമൊക്കെ എടുത്ത് തൊലിയെടുത്ത് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ കഴിച്ചാൽ മതി. കഷ്ടകാലത്തിന് വാസ്കോഡഗാമ എടുത്ത് ചക്കച്ചോളയാണ്. ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി. സാന്ദർഭികമായി ഞാൻ പറഞ്ഞെന്ന് മാത്രം. ചുരുക്കി പറയാം, ബ്രിട്ടീഷുകാർ വന്നു, പോർട്ടീസുകാർ വന്നു, നമ്മുടെ നാട്ടിൽ കച്ചവടം തുടങ്ങി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഈ സാധനങ്ങളൊക്കെ വിലക്കെടുക്കണമെങ്കിൽ ഒന്നുകിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുപോലെ അറബികൾ കൊണ്ടുവന്ന പോലെ കാരക്കയോ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. അവരിങ്ങനെ ആലോചിച്ചു, ഈ നാട് എന്നെ സ്വന്തമാക്കിയാലോ? പരശുരാമൻ മഴ ഉറിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അന്ന് കേരളം ഇല്ല. തിരുവിതാംകൂർ വേറെ, തിരുകൊച്ചി വേറെ, മലബാർ വേറെ, കണ്ണൂർ വേറെ, വയനാട് വേറെ, നൂറുകണക്കിന് രാജാക്കന്മാർ. അവരനങ്ങിയ യുദ്ധം ചെയ്യും. മൂക്ക് തോണ്ടിയ ദേശത്തിന് യുദ്ധം ചെയ്യും. ഇപ്പോൾ വടകരയിലെ പേരാമ്പ്രയിൽ എടുത്ത മൂക്ക് വെച്ച് നടക്കണ്ടല്ലോ എന്നതുപോലെ മൂക്ക് തോണ്ടിയ ദേശത്തിന് യുദ്ധം ചെയ്യും. അങ്ങനെ യുദ്ധങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? അവരായുധ കച്ചവടം തുടങ്ങി. ഈ രാജാക്കന്മാർക്ക് ആയുധം വിൽക്കാൻ തുടങ്ങി. അന്നുണ്ടായുധ കച്ചവടം, ഇന്നുണ്ടായുധ കച്ചവടം. ഫലസ്തീനിലെ യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല. ഉക്രൈനിലെ യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല. എന്താ കാരണം? അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ 33% ആയുധ കച്ചവടമാണ്. ആയുധ കച്ചവടം നിന്നാൽ അത് അമേരിക്കയെ ബാധിക്കും. അതുകൊണ്ട് ലോകത്ത് യുദ്ധങ്ങൾ അവസാനിക്കില്ല. അത് അന്നുണ്ട്, ഇന്നുണ്ട്. അങ്ങനെ ആയുധ കച്ചവടം തുടങ്ങി വരും. പതിയെ പതിയെ ഇവരെന്ത് ചെയ്തു? ഇവർ നേരിട്ട് യുദ്ധത്തിൽ ഇടപെടാൻ തുടങ്ങി. അങ്ങ് അനന്തപുരിയിൽ മാർത്താണ്ഡവർമ്മയെ തോൽപ്പിച്ചു, വേലുത്തമ്പി ദളവയെ തോൽപ്പിച്ചു, കൊച്ചി രാജാവിനെ തോൽപ്പിച്ചു, കോഴിക്കോട് സാമൂതിരിയെ തോൽപ്പിച്ചു, വയനാടൻ മലമടക്കിലേക്ക് കയറി പയശ്ശിയെ തോൽപ്പിച്ചു, മൈസൂരിലേക്ക് കയറി ടിപ്പുവിനെ തോൽപ്പിച്ചു, ഹൈദരലിയെ തോൽപ്പിച്ചു, ഡക്കാൻ പീഠഭൂമിയിലേക്ക് കയറി ഛത്രപതി ശിവജിയെ തോൽപ്പിച്ചു, ഝാൻസി റാണിയെ തോൽപ്പിച്ചു, മുഗളന്മാരെ തോൽപ്പിച്ചു. ഇന്ത്യ പൂർണ്ണമായി ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. നമ്മൾ അവരുടെ അടിമകളായി. നൂറ്റാണ്ടുകൾ ഇന്ത്യയെ അടക്കി ഭരിച്ചു ബ്രിട്ടീഷുകാർ. പല രാജാക്കന്മാരും പല യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരുമായി ചെയ്തു. ഒരു യുദ്ധവും ജയിച്ചില്ല. എന്നാൽ ഒരു യുദ്ധം നമ്മൾ ജയിച്ചു. ഏതാണ് ആ യുദ്ധം? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന, ബ്രിട്ടീഷുകാർ ശിപായി ലേള എന്ന് വിളിക്കുന്ന ആ യുദ്ധം നമ്മൾ ജയിച്ചു. താന്തിയ തോപ്പി നേതൃത്വം നൽകിയ, റാണി ചന്ദ്രബായി പങ്കെടുത്ത, അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ നേതൃത്വം കൊടുത്ത, ബ്രിട്ടീഷ് പട്ടാളക്കാരിലെ ഇന്ത്യക്കാരായ ശിപായിമാർ അണിനിരന്ന ആ യുദ്ധം നമ്മൾ ജയിച്ചപ്പോ, ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്ത്യക്കാരുടെ കൈകളിൽ വന്നപ്പോ ഇന്ത്യക്കാരെന്ത് ചെയ്തു? അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഡൽഹിയുടെ ഭരണാധികാരിയാക്കി.